ഇപ്പൊ യൂട്യൂബ് തുറന്ന ഒട്ടുമിക്ക ക്രാഫ്റ്റ് ചാനലിലും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ഈ കൊറിയൻ ലാമ്പ്. എന്നാ പിന്നെ ഇന്ന് നമുക്ക് അതൊന്നും ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ ചെറിയ നോട്ട്ബുക്കിന്റെ പേജസ് ആണ് എടുത്തിട്ടുള്ളത്. ഈ A4 സൈസ് ഷീറ്റോ അല്ലെങ്കിൽ വലിയ നോട്ട്ബുക്കിന്റെ പേജസ് ഒന്നും എടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം ലെന്ത് അല്പം കൂടിപ്പോവും. ഇവിടെ ചെറിയ നോട്ട്ബുക്കിന്റെ പേജ് എടുത്തിട്ട് തന്നെ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടതിനെ വിഷറി പോലൊന്ന് മടക്കിയെടുക്കുക. ഞാനിവിടെ അങ്ങനെ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അത് പരസ്പരം ഒട്ടിച്ചെടുക്കാം. മടക്കുമ്പോൾ എല്ലാം ഒരളവിൽ തന്നെ മടക്കാൻ ശ്രമിക്കണം. എനിക്ക് ചെറിയ അബദ്ധം പറ്റി. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ചൊട്ടിക്കണം, ഇല്ലെങ്കിൽ എല്ലാ ഷീറ്റും കൂടെ അങ്ങ് ഒട്ടിപ്പിടിക്കും, പിന്നെ ബുദ്ധിമുട്ടാവും. എന്നിട്ട് നമുക്കിനി ഇതിലൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. എന്റെ കയ്യിൽ ഹോൾ ഇടുന്ന മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ട് കോമ്പസിറ്റ് കുത്തിയാണ് കേസ് ഇട്ടത്. അതുകൊണ്ട് ചെറിയ ചുളിവുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു നൂല് അതിലൂടെ കയറ്റി ഒരു കെട്ടിട്ട് കൊടുക്കാം. കെട്ടിടുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ട് കെട്ടാതെ കുറച്ചൊരു സ്പേസ് ഇട്ടിട്ട് കെട്ടണേ. ഇനി നമുക്ക് ഇതുപോലെ 2 സൈഡും ഒട്ടിച്ച് ഇതിനൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ലാമ്പിന്റെ തല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ തല നിർത്താൻ നമുക്കൊരു സാധനം വേണ്ടേ? ഞാനിവിടെ 2 A4 സൈസ് ഷീറ്റ് ഒന്നിച്ച് വെച്ച് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. 2 എണ്ണം വെച്ചത് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒടിഞ്ഞു പോകും ഗൈസ്. പിന്നെ ലാമ്പ് ഒന്ന് വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സർക്കിൾ വെട്ടി വെച്ചേക്കുന്നത്. ലാമ്പിന് പ്രകാശം വേണ്ടേ? അതിനുവേണ്ടി നമുക്ക് ഫെയറി ലൈറ്റ് ചുറ്റി കൊടുക്കാം. അപ്പൊ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ? അങ്ങനെ നമ്മുടെ കുന്നംകുളം വെർഷൻ ഓഫ് കൊറിയൻ ലാമ്പ് റെഡിയാണ് ഗൈസ്. ലാമ്പിന് പ്രകാശം അത്ര പോരാ, വോൾട്ടേജ് ഇല്ലാത്തോണ്ടാണെന്ന് തോന്നുന്നു. ഈ ഫെയറി ലൈറ്റിന് പകരം LED ലൈറ്റ് ആയിരുന്നേല് കുറച്ചും കൂടെ പ്രകാശം കിട്ടിയേനെ. അപ്പൊ എന്റെ വെർഷൻ ഓഫ് കൊറിയൻ ലാമ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് സബ്സ്ക്രൈബും തരുമല്ലോ അല്ലേ?